അപ്പോൾ ദേ നോക്കിയേ, ഇന്നലെ കറണ്ടായിരുന്നു പ്രശ്നം. അപ്പോൾ ദേ ഇന്ന് മഴയുണ്ട്. അത് കാരണം കൊണ്ട് ചേട്ടായിക്ക് അമ്മയ്ക്കൊന്നും രാവിലെ പറമ്പിൽ പോകാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അമ്മ രാവിലെ തന്നെ മീൻ നന്നാക്കായിരുന്നു. ഞാനപ്പോൾ വേഗം പരിപ്പും തക്കാളിയും വെക്കാനുള്ള പരിപ്പൊക്കെ കഴുകി തക്കാളിയും സബോളയൊക്കെ അരിഞ്ഞിട്ടു. ഇവിടെ ഏറ്റവും എളുപ്പത്തിൽ വെക്കുന്ന കറി ഇതാട്ടോ. പരിപ്പും തക്കാളി എല്ലാം കൂടി ഒരുമിച്ചിട്ട് കുക്കറിലോട്ട് ഒരു 3-4 ബിസിലങ്ങ് അടുപ്പിച്ചാൽ മതി. പിന്നെ ദേ അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ദേ വെണ്ടയ്ക്ക മസാല ഉണ്ടാക്കാനുള്ള വെണ്ടയ്ക്ക നന്നാക്കി എടുക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെണ്ടയ്ക്കൊക്കെ ഞാൻ ദേ അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ മീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മസാല ഉണ്ടാക്കാനാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ഉണ്ടാട്ടോ. നല്ലൊരു മസാലയാണ്, നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ അത് മാരിനേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ അതേ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ വെണ്ടയ്ക്ക അടുപ്പത്ത് വെച്ചു. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ, ഗ്യാപ്പിലല്ലേ ചെയ്യുക. അപ്പോൾ എനിക്ക് വീണ്ടും ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ പോയി തേങ്ങ ചിരണ്ടി വന്നിട്ടുണ്ടായിരുന്നു. തക്കാളിയും പരിപ്പിന് തേങ്ങ അരയ്ക്കണ്ടേ. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴാട്ടോ അറിയണേ, പരിപ്പ് വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിടില്ലയെന്ന്. പരിപ്പ് വേവില്ല അത്ര. എൻ്റെ വീട്ടിലൊക്കെ ഇടൂട്ടാ. പിന്നെ ഞാൻ ഉപ്പൊക്കെ ഇട്ട് തേങ്ങയൊക്കെ അരച്ചൊഴിച്ചു. ഇത് നമ്മുടെ വെണ്ടയ്ക്ക മസാലയുടെ അവസാനം കട്ടാട്ടാ. അപ്പോഴേക്കും എന്താ ചോറൊക്കെ വെന്ത അമ്മ ചോറൊക്കെ ഊറ്റി. പിന്നെ അത് ഞാൻ ചീഞ്ചട്ടിയൊക്കെ വെച്ചു. എന്തിനാ നമ്മുടെ പരിപ്പിന് കാച്ചിയിടാൻ വേണ്ടിയിട്ട്. പിന്നെ അത് അമ്മ മീനൊക്കെ വറക്കാൻ വെച്ചു. ഇത് പഴയ എണ്ണയൊന്നും അല്ല കേട്ടോ. ഇപ്പം തന്നെ ഒരു ട്രിപ്പ് മീൻ വറുത്ത് എടുത്തതിൻ്റെ എണ്ണ തന്നെയാണേ. അപ്പോൾ പിന്നെ ഞാൻ അവനെ പോയി നോക്കിയപ്പോൾ അവൻ പാട്ടൊക്കെ കേട്ട് ചില്ലടിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം പരിപ്പും തക്കാളിയൊക്കെ കാച്ചിയിട്ടു. അത് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ സിങ്കിൻ്റെ അവസ്ഥ കണ്ട, നിറച്ച് പാത്രങ്ങൾ. ചിലപ്പോൾ അപ്പാപ്പ കഴുകാൻ പറ്റും, ചിലപ്പോൾ അങ്ങനെ കഴുകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്തായാലും നമ്മൾ തന്നെയല്ലേ കഴുകണേ. അപ്പോൾ ഞാൻ കിട്ടിയ അവസരത്തിൽ വേഗം എല്ലാം കൂടി വാരിയിട്ടങ്ങ് കഴുകി അവസാനിപ്പിച്ചു. പിന്നെ അതേ നമ്മൾ ചായക്ക് വേണ്ടിയിട്ട് പാലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ ഇന്നത്തെ നേരം ഞാനായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് അവന് ഒരുപോലെ ഇഷ്ടമുള്ള പാട്ടായത് കാരണം ഞങ്ങൾ ഇച്ചിരി നേരം അവിടെ ഇരുന്നതൊക്കെ കേട്ട് കളിച്ചൊക്കെ ഇരുന്നു. പിന്നെ അപ്പോൾ അതേ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ അതേ നമ്മൾ എന്താ പറയുക, ചോറൊക്കെ വേഗമാക്കി. എന്നിട്ട് ഞാൻ മഴ കുറഞ്ഞപ്പോൾ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റമൊക്കെ ഒന്ന് അടിക്കേണ്ട, അവനില്ലാത്ത ഗ്യാപ്പ് നോക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ അവൻ ആകെ അലമ്പുണ്ടാക്കും, നമ്മളെ കൊണ്ടൊന്നും ചെയ്യിക്കുകയില്ല. പിന്നെ ഞാൻ വേഗം മുറ്റമൊക്കെ അടിച്ചു. എന്നിട്ടാണ് പിന്നെ അത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, ചേട്ടാ ഇന്ന് രാവിലെ ഉഴുന്ന് മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം കൊണ്ട് രാവിലെ കഴിക്കാനുള്ളതും കൂടിയിട്ട് മേടിച്ചിട്ട് വന്നു. അപ്പോൾ അതേ കഴിച്ചൊക്കെ കഴിഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് ഇതേ ചേട്ടായി പോയി. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.